3 ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തെന്നാണ് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ 24 പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. നടപടി വളരെ ക്ലിയർ ആണ്. ഇതിലെ ഭാഗം 6 ഭാഗം നിന്നും വീഴ്ചയായി DIG ജയിൽ നോർത്ത് സോൺ ഇൻക്വയറി ചെയ്യാൻ വേണ്ടി അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇയാളിനെ കിട്ടി. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ വിശദമായി അന്വേഷണത്തിൽ പോകുന്നുണ്ട്. ഏതേത് ഉദ്യോഗസ്ഥരുടെ ഭാഗം നിന്നും വീഴ്ച ഉണ്ടെങ്കിൽ നമുക്ക് അതിലെ വിരുദ്ധമായി നടപടി വരും. DIG പറയൂ 3 ഉദ്യോഗസ്ഥൻ പുള്ളി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ എങ്കിലും അത് നോക്കിക്കൊണ്ടിരിക്കുക. പുറത്തു നിന്നും സപ്പോർട്ടാണോ ഉള്ളിൽ നിന്നും സപ്പോർട്ടാണോ അത് DIG വിശദമായി ഇവിടെ നോക്കുന്നുണ്ട്. പക്ഷെ ഒരു ദിവസത്തിലെ പ്രക്രിയ അല്ലാതെ ക്ലിയർ ആയി മനസ്സിലാക്കാൻ പറ്റും. എല്ലെങ്കിലും മഴക്കാലം കഴിഞ്ഞ 1 മാസം മഴക്കാലം ഉണ്ടായിരുന്നു. രാത്രിയും ഇതെങ്കിൽ സമയം ചെറിയ ഒരു ഹെക്സാ പോലീസ് സാധനങ്ങൾ ഉപയോഗിച്ച് വരാൻ സാധ്യതയുണ്ട്. ആദ്യമായി അന്വേഷണം ഏതാണ്ട് വരണോ അത് ഒരു ആഴ്ച 2 ആഴ്ച 3 ആഴ്ച അങ്ങനെ പോലെ സമയമുണ്ടാവും. ബൽറാം കുമാർ ഉപാധ്യായ ജയിൽ DGP ആണ് പറയുന്നത്. അകത്തുനിന്നും പുറത്തുനിന്നും സഹായം കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. കിട്ടിയിട്ടുണ്ടോ എന്നല്ല, സഹായം കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നാണ് ജയിൽ DGP ആണ് പറയുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലുള്ള രാഷ്ട്രീയാരോപണമല്ല. അത് ജയിൽ DGP തന്നെ പറയുകയാണ്. അകത്തുനിന്നും പുറത്തുനിന്നും സഹായം കിട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ ജയിൽ DGP പറയണമെങ്കിൽ അങ്ങനെ ഒരു സംശയം ജയിൽ DGPക്ക് ഉണ്ട്, അല്ലെങ്കിൽ പോലീസ് വകുപ്പിനുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അകത്തുനിന്നും പുറത്തുനിന്നും ഇത്തരത്തിലൊരു കൊടും കുറ്റവാളിക്ക്, ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ കുറ്റവാളിയല്ല എന്നോർക്കണം. ഇയാൾ ഒരു കൊടും ക്രിമിനലാണ്. ഇയാൾ ഒരു കണ്ണിൽ ചോരയില്ലാത്ത ഒരു 23 വയസ്സുകാരിയെ, നിസ്സഹായ 23 വയസ്സുകാരിയെ തീവണ്ടിയിൽ നിന്ന് തള്ളിയിട്ട് പുറത്തേക്ക് ചോര ഒലിച്ചു കിടക്കുന്നവരെ റേപ്പ് ചെയ്ത് കൊന്ന കേസിലെ കൊടും വൃത്തികെട്ടവനായ ക്രിമിനലാണ്. അയാൾക്ക് അകത്തുനിന്നും പുറത്തുനിന്നും സഹായം